കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ നടന്നു വന്ന സൗത്ത് ഇന്ത്യൻ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. ആദ്യമായി കേരള ഹോക്കിയുടെ 2 ടീമുകൾ ഫൈനൽസിലേക്ക് എത്തുന്നു. അത് മെൻ ടീം ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ വനിതാ ടീം 3rd പ്ലേസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ മെൻ ആൻഡ് വുമൺ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിന്റെ പരിസമാപ്തി പൂർത്തിയാകുന്നു. കേരള ഹോക്കിയെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബോയ്സ് വിൻ ചെയ്യുന്നത്. ഗേൾസിന് 3ാം സ്ഥാനമുണ്ട്. I know many of you cannot understand Malayalam even after these 10 days. But 10 days is a good time for students to study some Malayalam. But being South Asian states, we can understand some of the words. But anyway, this is a very good place actually, because I think you will totally agree that this is a very beautiful place, Kollam. കേരളത്തിലെ ഹോക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങൾ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നത്. കേരളത്തിൽ 2 മെഡലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഒളിമ്പിക് മെഡലുകൾ കൊണ്ടുവന്നിട്ടുള്ളത് 2ഉം ഹോക്കിയിലൂടെയാണ്. കേരള ഹോക്കി ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തി വരുന്ന കേരളത്തിലെ 350ഓളം സ്കൂളുകളിൽ 5000-ലധികം ഹോക്കി സ്റ്റിക്കുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഫലമായി, അവിടെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നതിന്റെ ഫലമായി നമ്മുടെ പ്രിയങ്കരായ ശ്രീ സുകുമാർ സാറിന്റെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോട് നടക്കുന്ന ഈ ട്രെയിനിങ് നമുക്ക് വളരെയധികം ഗുണം ചെയ്ത് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ സബ് ജൂനിയർ കാറ്റഗറി. So anyway, all of you came here for attending this hockey championship, and I am congratulating the Kerala team for winning this championship. So congratulations for them. And at the same time, I am congratulating all the teams, because only one team can win. All others, because it's a sportsman's spirit. All are here today. Somebody will win, tomorrow somebody else will win. But the spirit of sports is very important.